പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെൽപ്പ് മീ ലോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്ഥിരം വ്യൂവറായ ഷഹാനയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വരുന്നു, ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഷ്റഫും പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് പറയണമെന്ന്. അപ്പോൾ രണ്ടു പേർക്കും എന്റെ വക സ്പെഷ്യൽ ഹായ്. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട പക്കോട. ചായയുടെ കൂടെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കോടയായത്. എന്റെ സൗണ്ട് ചിലപ്പോൾ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു. കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും പനി ചുമയൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ട്. അപ്പൊ മുട്ട പക്കോടയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഇനി അതിലേക്ക് കടലപ്പൊടി, കടലമാവ്, ബേസൻ എന്നൊക്കെ പറയും, അത് ഇങ്ങനെ നിറച്ച് 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം പച്ചമുളക്, ഒരു 4-1 സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, ആവശ്യത്തിന് ഉപ്പ്. ബേക്കിംഗ് സോഡ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഇത് കലക്കി ഒത്തിരി നേരം വെച്ചിരിക്കുന്നില്ല, ഉടൻ തന്നെ ഉണ്ടാക്കുക. ഇതെല്ലാം കൂടി കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. മിക്സ് ചെയ്തിട്ടുണ്ട്, ഒട്ടും കട്ട കെട്ടിയിട്ടില്ല. ഇങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ആവണേ, കാരണം കടലമാവ് തരിതരിയായിട്ട് കിടക്കാൻ പാടില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കണ്ട. എണ്ണ നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് തീ മീഡിയം തീയിലേക്ക് ഇടാം. ഇനി ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് സ്പൂണിലാണ് നമ്മളിത് കോരി ഒഴിക്കുന്നത്. ഓരോ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി സമയം കൊടുക്കത്തില്ല, പെട്ടെന്നാവുമേ. മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിപ്പോ ചായയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചായ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായത്. ഇതിപ്പോ റെഡിയായി, നമുക്ക് കോരിയെടുക്കാം. ഞാൻ ഒഴിക്കാൻ എടുക്കുന്ന സ്പൂൺ ഇതാണ്, ബാക്കി അതുപോലെ ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോൾ ഇത് കലക്കിയിട്ട് വേണം ഒഴിക്കാൻ. നമ്മൾ എണ്ണയിൽ ഇത് ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് അത്രയും സമയം മതി. അപ്പോഴത്തേക്ക് ഇത് വെന്ത് റെഡിയാവും. അപ്പൊ ഇതും റെഡിയായി, നമുക്ക് കോരിയെടുക്കാം. സോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മുട്ട പക്കോട റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 മുട്ടയാണ് എടുത്തത്. അതിൽ ഇതുപോലെ 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ, ഗോഡ് ബ്ലസ് യു.